ഹായ്, വെൽക്കം ടു മീനൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ നമുക്ക്. ഇപ്പോൾ ഫാമിലിയിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ചിക്കനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിറകടുപ്പിലാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ സിസ്റ്ററാണ് വയ്ക്കുന്നത് ഫുള്ളും. അങ്ങനെ ഞങ്ങൾ അടുപ്പിൽ ചോറൊക്കെ വേവിച്ചു. അപ്പോൾ അത് വെന്തതിന് ശേഷം അതൊക്കെ വടിച്ച് സെറ്റാക്കി. അത് കഴിഞ്ഞ് ഉള്ളി അരിഞ്ഞു. ചിക്കൻ കറിയായിട്ട് അതൊരു പ്രത്യേക രീതിയിലാണ് ഇന്ന് വയ്ക്കുന്നത്. സാധാരണ ഇവിടെ ഉള്ള എല്ലാവർക്കും ചിക്കൻ കറിയോടാണ് താല്പര്യം. അപ്പോൾ ഇന്ന് ചിക്കനും ചോറും കൂടെ ചേർത്തിട്ടുള്ള ദം ബിരിയാണി പോലെയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയൊക്കെ നെയ്യിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ നെയ്യിൽ നല്ലതുപോലെ വഴറ്റിയെടുത്തു. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാരറ്റും നെയ്യിൽ വഴറ്റിയെടുത്തു. ചിക്കൻ എന്തായാലും വിറവെടുപ്പിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ചിക്കൻ ബിരിയാണി വൈകിട്ടത്തെ ഡിന്നറായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഏതാണ്ടൊരു 6:30 മണിയോളം ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നല്ല ഇരുട്ടൊക്കെ വീണു. പക്ഷേ വീഡിയോയിൽ എന്തോ നല്ല വെട്ടം പോലെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ മുളക് ഇട്ടിട്ടില്ല. മുളകിന് പകരം കുരുമുളകും പച്ചമുളകും ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില്ലി ഇട്ടിട്ടില്ല, റെഡ് ചില്ലി ഇട്ടിട്ടില്ല. അപ്പോൾ ചിക്കനും ഇതൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ദമ്മിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദമ്മിട്ട് കഴിഞ്ഞു. ദമ്മിട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ സവാള മരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ വെച്ച ഉരുളിയാണ്. അപ്പോൾ അതിൽ കുറച്ച് ടേസ്റ്റ് നോക്കാനായിട്ട് കുറച്ച് ബിരിയാണി ചോറിട്ടിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കി, കൊള്ളാൻ നോക്കണമല്ലോ. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റോളം നമ്മൾ അടുപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കണം ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഉള്ളിയും എല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ വീണ്ടും അടുപ്പിൽ വെച്ച് ദമ്മിട്ടു. അത് കഴിഞ്ഞ് തുറന്ന് നോക്കി, നല്ല മണമുണ്ടായിരുന്നു. അപ്പം ഒട്ടും വൈകാതെ തന്നെ ചൂടോടെ തന്നെ വിളമ്പണമല്ലോ. അപ്പോൾ നമ്മളെ ഫുഡ് ഞാൻ ചൂടോടെ തന്നെ സിറ്റൗട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അച്ഛനും ചേച്ചിയും എല്ലാവരും വന്ന് ഇരുന്നു. പിന്നെ നമ്മുടെ ഫുഡ് വിളമ്പുന്നത് എല്ലാ ദിവസവും അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ എല്ലാവർക്കും ചൂടോടെ വിളമ്പി. അപ്പോഴെന്തായാലും ഫസ്റ്റ് പ്ലേറ്റിൽ ഇതാ ചിക്കൻ്റെ ലെഗ് പീസ് തന്നെ കിട്ടി. അപ്പോൾ അത് നല്ല മണം കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അപ്പോൾ എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ ഉള്ളതിൽ മോനാണ് ഏറ്റവും ഇളയത്. അപ്പോൾ അവൻ തന്നെ ഇരിക്കട്ടെ ലെഗ് പീസ്. അപ്പം അവൻ അതിനെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ചേച്ചി, ചേട്ടൻ, മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചേച്ചിയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്കും കിട്ടി ചിക്കൻ്റെ ലെഗ് പീസ് എനിക്കും കിട്ടി. അപ്പോൾ ഞാനും അത് അടിപൊളിയായിട്ട് കഴിച്ചു. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പൈനാപ്പിളും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.